38 മണിക്കൂർ മാത്രം ബഹ്റൈനിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി 33 പരിപാടികളിലാണ് പങ്കെടുത്തത്. തന്റെ സ്വകാര്യ ആവശ്യത്തിനായി 1 മണിക്കൂർ പോലും ചെലവിടാതെ ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ജനസമ്പർക്കത്തോടുള്ള അഭേദ്യബന്ധം എടുത്തുകാണിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൽകിയത്. ആയിരക്കണക്കിന് ജനങ്ങൾ ആണ് ഈസടൗൺ ഇന്ത്യൻ സ്കൂളിലേക്ക് ഒഴുകിയെത്തിയത്. ജനങ്ങളെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നന്നേ പാടുപെടേണ്ടി വന്നു. ശിങ്കാരിമേളം, കോൽക്കളി, വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ ഘോഷയാത്രയും സ്വീകരണത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. ഇന്ത്യൻ എംബസിയുടെ രക്ഷാധികാര്യത്തിൽ നടന്ന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ വിജയം, ലോകത്തെവിടെയും മലയാളികളുടെ വിജയം എവിടെ ചെല്ലുന്നോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ച്, ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ആ കാര്യത്തിൽ നിങ്ങളുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും സത്യസന്ധതയുമെല്ലാം ഇവിടുത്തെ ഭരണകൂടം പോലും അംഗീകരിച്ചിരിക്കുന്നു. അതിന്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് ഈ പ്രത്യേകമായ പരിഗണന ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയായത് എന്ന കാര്യം യാതൊരു സംശയവുമില്ലാതെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്ക് തുടർന്നും നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റിയുടെ വകയായി 1 കോടി രൂപ സഹായധനമായി നൽകുമെന്ന് ഗ്ലോബൽ കമ്മിറ്റി പ്രസിഡന്റ് CK മേനോൻ അറിയിച്ചു. ആദ്യഘട്ടമായി 25 ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് നൽകി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ജനസമ്പർക്ക പരിപാടി കൊണ്ട് മുഖ്യമന്ത്രിക്ക് സാധിച്ചതായും തുടർന്നും ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കണമെന്നും CK മേനോൻ പറഞ്ഞു. പ്രവാസകാര്യ മന്ത്രി KC ജോസഫ്, അംബാസഡർ ഡോക്ടർ മോഹൻകുമാർ, KPCC സെക്രട്ടറി T സിദ്ദീഖ്, KPCC ജനറൽ സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ രവിപിള്ള, തലക്കുന്നിൽ ബഷീർ, വർഗീസ് കുര്യൻ, N സുബ്രഹ്മണ്യൻ, DCC പ്രസിഡന്റുമാരായ P മോഹൻരാജ്, KC അബു, OICC ഗ്ലോബൽ ട്രഷറർ ജെയിംസ് കൂടൽ, ജമാൽ മടക്കാട്, TS പ്രശാന്ത്, OICC പ്രസിഡന്റ് രാജു കല്ലമ്പുറം, GCCയിലെ മറ്റ് OICC പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ബഹ്റൈൻ KMCCയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകി. GCCയിൽ എവിടെ ചെന്നാലും KMCCയുടെ ഓഫീസ് പതിവായി സന്ദർശിക്കുന്ന വ്യക്തിയാണ് താനെന്നും നാട്ടിലും വിദേശത്തും ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താൻ പങ്കാളി ആയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബഹ്റൈൻ KMCC പ്രസിഡന്റ് SV ജലീൽ, അസേനാർ കളത്തിൽ, മുഹമ്മദ് കൊട്ടാരത്തിൽ എന്നിവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. അല്ലൂർ ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ അലി ഹസൻ, അല്ലമൽ ഗ്രൂപ്പ് ഡയറക്ടർ വർഗീസ് കുര്യൻ, ഡോക്ടർ രവിപിള്ള, റോയൽ ബഹ്റൈൻ ഹോസ്പിറ്റൽ, ഗുരുദേവ കൾച്ചറൽ സെന്റർ, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി തുടങ്ങിയ സംഘടനകളും സ്ഥാപനങ്ങളും പ്രമുഖ വ്യക്തികളും മുഖ്യമന്ത്രിക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകി. പുതുപ്പള്ളി കുടുംബ സംഗമം, അയ്യപ്പ സമിതി, കേരള കാത്തലിക് അസോസിയേഷൻ, സേക്രഡ് ഹാർട്ട് ദേവാലയം, സെന്റ് പീറ്റേഴ്സ് ചർച്ച്, മർത്തമ പാരിഷ്, സെന്റ് മേരീസ് ചർച്ച് തുടങ്ങി ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും വിവിധ മാധ്യമ ഓഫീസുകളിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഷിഫ അൽ ജസീറ ഗ്രൂപ്പിന്റെ നവീകരിച്ച വെബ്സൈറ്റ് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു.
പ്രവാസികാര്യമന്ത്രി കെ സി ജോസഫ്, മെഡിക്കൽ സെന്റർ ഡയറക്ടർമാരായ ഹബീബ് റഹ്മാൻ, പി കെ ഷബീർ അലി എന്നിവർ പങ്കെടുത്തു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിച്ച പൗരസ്വീകരണത്തിൽ ബഹ്റൈൻ തൊഴിൽ മന്ത്രി ജമീൽ അൽ ഹുമൈദാൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സമീറ റജബ്, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് കെ ജനാർദ്ദനൻ, പി വി രാധാകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. നിരവധി സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുത്തു.